ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മൂമ്മ പറയാണ്, എന്നാലും കല്യാണി എൻ്റെ മോനെ ജയിലിലേക്ക് അയച്ചില്ല, അവൾ കാരണമല്ല എൻ്റെ മോൻ ജയിലിലായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതേ പിന്നെ എടുത്തു അവർ ആ സ്വഭാവം. പിന്നെ തന്നെയല്ല, കല്യാണി ഇത് കേൾക്കണ്ടട്ടാ എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് രതീഷ് പറയണം, പിന്നെ അവൻ ഇത്രയും വലിയ കുറ്റങ്ങൾ ചെയ്ത് അവനെ പിന്നെ ജയിലിലേക്ക് അല്ലാണ്ട് പിന്നെ എവിടേക്കാണ് പറഞ്ഞയക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും മാറാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കല്യാണിയും നമ്മുടെ സോണിയും കൂടി അവിടേക്ക് വരാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ പറയുന്നുണ്ട്, ഇതേ കല്യാണി വരുന്നുണ്ട്, മിണ്ടാതിരിക്കുമെന്ന് പറയാണ് കാദംബരി. അങ്ങനെ കല്യാണി അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന ഉടനെ തന്നെ പറയാണ്, എന്തായാലും ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാ ബില്ലുകളും കാര്യങ്ങളും ഞാൻ അടച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ചികിത്സ തടഞ്ഞു വെക്കില്ല, ചികിത്സ എന്തായാലും തുടങ്ങുമെന്ന് പറയുകയാണ്. അപ്പം അമ്മമ്മയ്ക്ക് ആശ്വാസമാണ്. അമ്മമ്മ കൈ തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സോണി ചോദിക്കുന്നത്, നിങ്ങളെന്തിനാ കൈ തൊഴുന്നത് എന്നൊക്കെ ചോദിക്കാം. നിങ്ങളൊക്കെ ഉപകാരം ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ തിരിച്ചു കൊത്തുന്ന രീതിയാണ് എന്നൊക്കെ പറയാണ്. അപ്പം ഇല്ല, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോണി പറയാണ്, വാ നിങ്ങൾ രണ്ടുപേരും നമുക്ക് അകത്ത് കിടക്കുന്ന ആളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാദംബരിയെയും കല്യാണിയെയും കൊണ്ട് സോണി അകത്തേക്ക് കയറുകയാണ്. ഇതേ സമയത്ത് അമ്മൂമ്മ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കും, ഇനി ഞങ്ങൾ ആ കുട്ടിയോട് ക്രൂരത ചെയ്താൽ ഞങ്ങളൊന്നും മനുഷ്യല്ലാതാവും എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും മനുഷ്യരൊന്നും അല്ല എന്ന് നമ്മുടെ രതീഷ് പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് തെറ്റുകളൊക്കെ ഏകദേശം മനസ്സിലായി, അവൻ കാരണമല്ലേ എൻ്റെ മോനിങ്ങനെ അറ്റാക്ക് വന്ന ആശുപത്രി, അവൻ കാരണം എത്ര പ്രാവശ്യം എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ അമ്മൂമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പ്രകാശന് അരികിലേക്കായിട്ട് അവർ ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഡോറ് തുറക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ. അങ്ങനെ ഇവരെ 3 പേരെയും കാണുമ്പോൾ പ്രകാശൻ അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നുന്നില്ല. അതിനുശേഷം നമ്മുടെ സോണി വന്നിട്ട് പറയാണ്, ദേ ഇവളെ എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ അമ്മ ഈ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാൻ കഴിയാതെ നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ട പൈസയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ ഇരുന്നതാണ്, ഞങ്ങളൊന്നും സഹായിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഇവളുടെ അരികിൽ ചെന്ന് കണ്ണീര് ഒഴുകിയപ്പോൾ ഇവൾ ഓടി വന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ എല്ലാ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ ചെയ്തോളുമെന്നിങ്ങനെ പറയുകയാണ്. അപ്പം ആ സമയത്ത് പ്രകാശിന് അത്ര വലിയ ഇഷ്ടമൊന്നും ആവാതെ പ്രകാശൻ അങ്ങനെ കല്യാണിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് സോണി പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മകൻ എന്ന് പറയുന്നവന് നിങ്ങൾക്ക് ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളെ അപമാനിക്കാനാണ് പലപ്പോഴും അവൻ ശ്രമിച്ചിട്ടുള്ളത്, അതേ സമയത്ത് കല്യാണി കൊണ്ടാണ് നിങ്ങൾക്ക് പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കാദംബരി പറയുന്നുണ്ട്, ആ രാജപ്പൻ്റെ 10 ലക്ഷം കല്യാണിയല്ലേ കൊടുത്തത്, അത് അപ്പം തന്നെ എന്നിട്ട് മറന്നു, അതിൻ്റെ ഒരു ഓർമ്മ പോലും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല, എന്നിട്ടാണ് കല്യാണിയെ തിരിച്ചു കൊത്തിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഓരോന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, മതി നിർത്ത്, എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും ഒന്നും പറയണ്ട, മക്കളുടെ കടമ അത്രയേ ഉള്ളൂ, അത് ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ മക്കൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു, അതൊന്നും ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ മക്കൾക്ക് ചില കടമകളുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ അവരെ നോക്കിയിട്ട് പല്ലിങ്ങനെ കടിച്ചിറുക്കി ഇങ്ങനെ ദേഷ്യം അടക്കാനാവാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത്. കല്യാണിയും സോണിയും കൂടി ആൽബിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആൽബി ചോദിക്കുന്നുണ്ട്, കല്യാണിയോ എവിടേക്ക്, എന്നെ കാണാൻ വന്നതാണോ അല്ലെങ്കിൽ അച്ഛനെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് 2 പേരെയും കാണാൻ വന്നതാണെന്ന് കല്യാണി പറയുന്നുണ്ട്. അപ്പോൾ സോണി പറയാണ്, ഞാൻ പറഞ്ഞില്ല ആൽബിയേട്ടാ, ഇവളുടെ വന്നിട്ട് ആരെങ്കിലും കണ്ണീര് ഒഴുക്കി കഴിഞ്ഞാൽ ഇവളുടെ മനസ്സലിയും, ഇവളുടെ അച്ഛൻ ഇവള് തന്നെ സഹായിക്കുന്നു, ഞാൻ ആൽബിയേട്ടനോട് പറഞ്ഞില്ല, അതിനു വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ, അത് സാരില്ല സോണി, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ ആൽബി ഇങ്ങനെ കല്യാണിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇനി എന്നാ ഡിസ്ചാർജ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇന്ന് ഡോക്ടർ വരും അപ്പോൾ പറയാമെന്നാ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ സോണി പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കല്യാണി ഇറങ്ങിയിട്ട് നേരെ കാണുന്ന ഒരു കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ആ മേഘ്ന എന്ന് പറയുന്ന ആ കുട്ടി കരഞ്ഞുകൊണ്ട്, അതായത് അർജുൻ എന്ന് പറയുന്ന ആ പയ്യൻ, അന്ന് വിട്ടേറ്റ ആ പയ്യനുണ്ടല്ലോ, അത് മരണപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സ്ട്രക്ചറിൽ ആളെ മൂടിപ്പൊതിച്ചുകൊണ്ട് വരികയാണ്. മേഘനയാണെങ്കിൽ കൂടെ ആ സ്ട്രക്ചർ പിടിച്ച് നടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കൂടെ അവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാരുമുണ്ട്.
അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ കല്യാണിയുടെ ഉള്ളൊന്ന് പിടയ്ക്കുകയാണ്. വായ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ മേഘനയുടെ അരികിലേക്ക് കല്യാണി ചെല്ലുകയാണ്. പോയി ചേച്ചി, എൻ്റെ അർജുനേട്ടൻ പോയി ചേച്ചി എന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ മേഘനയെ കെട്ടിപ്പിടിക്കുകയാണ് കല്യാണി. ആ സമയത്ത് തന്നെ അവിടേക്ക് സോണിയും വരുന്നുണ്ട്. സോണി ഈ ഒരു കാഴ്ച കണ്ടാകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അർജുൻ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കല്യാണിയും സോണിയും കൂടിയിട്ട് മേഘനയെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രൂപയുടെ അരികിലേക്കായിട്ട് ശാരി വരികയാണ്. അങ്ങനെ രൂപ ആകെ ഞെട്ടുകയാണ്. ഇതെന്താണ്, അതായത് ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഏട്ടത്തി എന്താ എല്ലാ സാധനങ്ങളായിട്ട് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴും എനിക്ക് നിന്റെ അരികിൽ നിൽക്കണം, കാരണം അവിടെ ഒരാൾ, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് നിന്റെ സഹോദരൻ ഉണ്ടല്ലോ, അയാൾക്ക് ഭ്രാന്താണ്, എന്നെ പലപ്പോഴായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ എൻ്റെ മോളാണ് പറഞ്ഞത് ആൻറ്റിയുടെ അരികിൽ പോയി നിന്നോളാൻ എന്ന് പറയുമ്പോൾ രൂപ ചോദിക്കുന്നുണ്ട്, ഇവിടെ എനിക്ക് പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരുമായിട്ടുള്ള എൻ്റെ ഭർത്താവ് മക്കളൊക്കെ എന്നെ കാണാൻ വരും, അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതല്ലേ എന്ന് ചോദിക്കുമ്പോഴും അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അവരൊക്കെ വന്നോട്ടെ, ഞാൻ അവരോട് നല്ല മാന്യമായ രീതിയിൽ എന്നെ പെരുമാറിക്കോളാം, അവിടെ നിൽക്കുന്നതിലും ഭേദം ഇവിടെ നിൽക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മര്യാദയ്ക്ക് നിൽക്കണം, അവരെ ഒന്നും വെറുപ്പിക്കരുത്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നും പെരുമാറരുത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാത്തിനും തലകുലുക്കി സമ്മതിക്കുന്നുണ്ട് നമ്മുടെ ശാരി. എന്നിട്ട് എൻ്റെ റൂമിൽ ആരും ഇല്ലല്ലോ രൂപ, ഞാൻ ഒഴിഞ്ഞു കിടക്കല്ലേ, ഞാൻ അവിടേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ രൂപയ്ക്ക് ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്രസേനയും കിരണിനെയുമാണ്. അങ്ങനെ ചന്ദ്രസേനൻ നമ്മുടെ ശാരി രൂപയുടെ അരികിലേക്ക് വന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്തോ ഒരു ഉദ്ദേശമുണ്ട്, എന്തായാലും അമ്മയോടൊന്ന് ശ്രദ്ധിക്കാൻ പറയണം, പിന്നെ ആ യാമിനിയോടും രൂപയെ ശ്രദ്ധിക്കാൻ പറയണം എന്നൊക്കെ ചന്ദ്രസേനൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ അമ്മയും നമ്മളും തമ്മിലൊരു സ്നേഹത്തിലായി അയാളെ പറ്റിക്കുകയാണോ എന്നുള്ളൊരു സംശയം ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ, അതുകൊണ്ടായിരിക്കുമോ ഇനിയിപ്പോൾ വന്നത് എന്നുള്ള കാര്യത്തിനെ സംശയിച്ച് കിരണും ചന്ദ്രസേന നിൽക്കുകയാണ്. അപ്പോൾ കല്യാണിയെ ചോദിക്കുന്നുണ്ട് അതിനിടയിൽ. അപ്പോൾ പറയാണ് കല്യാണി മേഘനയുടെ അർജുൻ മരിച്ചില്ലേ, അപ്പോൾ മേഘനയുടെ അരികിലാണ്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി, സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ആളുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടിയുടെ കാര്യം അതിൽ വല്ലാത്തൊരു കഷ്ടമായി പോയി. ആ കുട്ടിയുടെ വയറ്റിൽ ഒരു കുഞ്ഞും ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ആകെ പ്രശ്നമായത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രസേനൻ പറയുന്നുണ്ട്. അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് മേഘനയെ, ഒരു കാറ് വന്ന് നിൽക്കുകയാണ് ഒരു വീടിന് മുറ്റത്ത്. അപ്പോൾ അതിൽ നിന്നും മേഘനയും അതുപോലെ കല്യാണിയും കൂടി ഇറങ്ങി വരികയാണ്. അപ്പം മേഘന വരുന്നത് കാണുമ്പോൾ അവിടെ ഉമ്മറത്തായിട്ട് ഒരു അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ അവിടെ ഇങ്ങനെ തളർന്നിരിക്കുന്നുണ്ടാവും. ഒരു അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സ്ത്രീ അച്ഛനോടായിട്ട് ഭർത്താവിനോടായിട്ട് പറയുന്നുണ്ട്, ഇതേ മേഘന കുഞ്ഞ് വന്നും നിങ്ങൾ നോക്കി എന്ന് പറയാണ്. അങ്ങനെ ഓടി വരികയാണ് അമ്മ മേഘനയുടെ അരികിലേക്കായിട്ട്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, മേഘനയെ ഞാൻ അർജുൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതിനുശേഷം മേഘനയും കൊണ്ട് ഞാൻ മേഘനയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവരെ സ്വീകരിച്ചില്ല, ഇവളെ സ്വീകരിച്ചില്ല, അവളെ ആട്ടിയിറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൊണ്ടുവന്നത് എന്ന് പറയുന്നു. ഞാൻ ഇവളുടെ കൂട്ടുകാരിയാണെന്നും കൂടി പറയുന്നുണ്ട്. ആ സമയത്ത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് ആ അമ്മ മേഘനയെ. അപ്പം മരുമകളാണ്, അർജുൻ്റെ വീടാണത്. ആ സമയത്ത് കല്യാണിയോടായിട്ട് പറയുന്നുണ്ട്, ഇത് അർജുൻ മോൻ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്ന ഇരിപ്പാണ് ഇദ്ദേഹത്തിന് ഒരു ചുറ്റുപാട് പോലും ഒന്നും ഓർമ്മയില്ല, മകളെ പോലും ഓർമ്മയില്ല, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇദ്ദേഹം കൂലിപ്പണിക്ക് പോയിട്ടായിരുന്നു ഇത്രയും നാളും ഈ കുടുംബമൊക്കെ ജീവിച്ചിരുന്നത്. പിന്നെ അർജുൻ മോന് ഞങ്ങളെ പല സമയത്തും കണ്ടിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പല സഹായങ്ങളൊക്കെ അവൻ പൈസ കൊണ്ട് സഹായിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാളും ജീവിച്ച് പോന്നിരുന്നത്. ഈ മോളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഞങ്ങൾ ഈ മോളെ ഈ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയത്, പറഞ്ഞയച്ചത്. ഈ മോള് നല്ല അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ വീട് ഇത്രയും ചെറിയൊരു വീടാണ്, ഈ വീട്ടിൽ ഈ കുട്ടി എങ്ങനെ താമസിക്കും, അതുപോലെ തന്നെ ഈ കുട്ടിയെയും കൂടി വന്നു കഴിഞ്ഞാൽ കുട്ടിയെ പുലർത്താനുള്ള ഒരു കഴിവ് ഞങ്ങൾക്കില്ല. ഈ വീട് എന്ന് പറയുന്നത് നല്ലൊരു മഴ പെയ്താൽ കുത്തിച്ചോർന്ന് ഒഴിക്കുന്നൊരു വീടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അർജുൻ്റെ കൂടെ ഈ കുട്ടിയെ എവിടേക്ക് കയറ്റാതില്ല, കുട്ടിയോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടല്ല എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട്. അപ്പം മേഘനയ്ക്കൊക്കെ അതുപോലെ കല്യാണിക്കൊക്കെ ഒരുപാട് സങ്കടമാവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നു, ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാണ് മോളെ
എല്ലാ വരുമാനവും നിന്നും ഞങ്ങൾ ഈ അർജുൻ്റെ താഴെ 2 പെൺകുട്ടികളാണ്, അവരെ കൂടി കാര്യങ്ങൾ നോക്കണ്ടേ, ഇവളുടെ വയറ്റിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ട്, ഞങ്ങൾ എങ്ങനെ നോക്കും മോളെ ഈ മേഘ്നയെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച അമ്മ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി ആകെ അതിലും വലിയ സങ്കടത്തിൽ കല്യാണി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്